ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ യാത്ര കൊല്ലം ചവറയിലെ കാട്ടൻ മേക്കതിൽ ക്ഷേത്രത്തിലേക്കാണ്. പൂജവെപ്പിൻ്റെ അവധിയുടെ അന്നാണ് പോയത്. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്, എന്തായാലും അവധി കിട്ടിയപ്പോൾ പോയി. അപ്പോൾ ഒരു 11:45 കഴിഞ്ഞപ്പോൾ എത്തി. നല്ല നട്ടുച്ച സമയമായിരുന്നേ. ഇതിപ്പോൾ അവിടെ മണി വാങ്ങുന്ന ഇടത്താണ്. രസീത് എഴുതിയിട്ട് പേരും നാളും പറഞ്ഞ രസീത് എഴുതി ഒരാൾക്ക് 1 മണി എന്ന കണക്കിലാണ് വാങ്ങുന്നത്. അകത്ത് പൂജിച്ചു അമ്പലത്തിൽ തൊഴാൻ കയറുമ്പോൾ നമ്മൾ പൂജിക്കാൻ കൊടുക്കണം. ആ പൂജിച്ച് കിട്ടിയ മണിയാണ് ഇവിടെ നമ്മൾ കെട്ടേണ്ടത്. ഞാനിങ്ങനെ ചുറ്റും നോക്കുകയാണ് കേട്ടോ. ഇവിടെ അതായത് മണി കിലുങ്ങുന്നതനുസരിച്ചാണ് ദേവിയുടെ ചെവിയിൽ ആദ്യം നമ്മുടെ ആഗ്രഹത്തിനകത്തൊരു ഒരു ഇത് കെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെ കെട്ടിയാൽ മണി ഇങ്ങനെ കാറ്റത്ത് ആടി നോക്കിയാണ് മണി കെട്ടിയത്. പുറകെ നിന്ന് അവിടെ കെട്ട് ഇവിടെ കെട്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ മതിലിനപ്പുറത്തെ കടലാണ്. പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ ആ കടലിൻ്റെ തീരത്തൂടെയാണ്, റോഡിലൂടെയാണ് പോകുന്നത്. ഇത് ആ കാണുന്ന മേൽക്കൂര അത് നമ്മുടെ പൊങ്കാല ഇടാൻ വേണ്ടി കെട്ടിയിരിക്കുന്നതാണ്. അതായത് നമ്മൾ വിചാരിച്ച കാര്യം സാധിക്കുന്നെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ ചെല്ലണം. നമ്മുടെ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ടാണ് അവിടെ മണി കിട്ടുന്നത്. കാര്യം സാധ്യം കഴിയുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ പൊങ്കാലയും കൂടെ ഇടണം എന്നുണ്ട്. അതവിടുത്തെ ഒരു വിശ്വാസം. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റും. നല്ല വെയിലായതുകൊണ്ട് ഈ മണലൊന്നും ചവിട്ടാനേ പറ്റില്ല. ഇവിടെ ഇപ്പോൾ തണൽ ഭാഗമായതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ കാലങ്ങ് പൊള്ളി പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ വ്യൂ. അവിടെ ഇപ്പോൾ ദേവീസ്തുതി 2 പേർക്ക് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് സ്പെഷ്യൽ ദിവസമായതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം കൂടെ നട തുറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ മണി കെട്ടാൻ പറ്റി. മണി പൂജയ്ക്ക് 12 മണി വരെ അവിടെ റെസിപ്റ്റ് കൊടുക്കാറുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബോട്ട് ചെട്ടിയുണ്ട്, അവിടോട്ടാണ് പോയത്. നമുക്ക് 2 വഴിയുണ്ട് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. നമ്മുടെ വണ്ടി നേരെ അമ്പലത്തിൻ്റെ അടുത്തെത്തും. മറ്റൊന്ന് നമ്മുടെ ഈ ഇതിന് കാലിനപ്പുറത്ത് റോഡാണ്. ആ റോഡിൽ നിർത്തിയിട്ട് ഈ നമ്മുടെ ബോട്ടിൽ കയറി ഇപ്പുറത്ത് വന്ന് മറുകരയ്ക്ക് വന്ന് അമ്പലത്തിലോട്ട് പോവുക. അപ്പം ഞങ്ങളെന്തായാലും നേരെ അകത്ത് അമ്പലം വരെ വണ്ടി എത്തുന്ന ആ വഴിക്കാണ് വന്നത്. തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം ബോട്ടിലൊരു യാത്രയാകാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നു. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ തന്നെ വക ബോട്ടാണ്. ഇത് ഫ്രീ സർവീസാണ്. തൊട്ടപ്പുറത്ത് തന്നെ ചെറിയ വള്ളമുണ്ട്. അതിന് എന്തോ ഒരു ആളൊന്നിന് 10 രൂപ വെച്ചാണ്. ഇപ്പം ഞങ്ങൾക്ക് വെറുതെ ഒന്ന് ബോട്ടിൽ കയറാനായിട്ട് ഒന്ന് കയറി അക്കരെ പോയി വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഇക്കരെ വന്നു. ഇനി ഇവിടുന്ന് നേരെ ഞങ്ങൾ ബോട്ടിറങ്ങിയതിന് ശേഷം ഈ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ്. ഈ വഴി 2 സൈഡിലും ഒത്തിരി സാധനങ്ങളിങ്ങനെ വിൽക്കുന്നുണ്ട്. ചട്ടി വിൽക്കുന്നത് കേട്ടോ കൂടുതൽ ഉള്ള. പിന്നെ അവിടെ നിന്ന് 2 ചട്ടിയൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ കടലിലോട്ട് പോയി. കടലിൽ നിന്ന് ആർക്കും കയറാനേ തോന്നിയിട്ട്. നല്ല വെയിലായിരുന്നെങ്കിൽ പോലും കടലിൽ കുറച്ച് കൂടുതൽ സമയം ചിലവഴിച്ചു. പിന്നെ വിശപ്പൊക്കെ തോന്നിയപ്പോഴാണ് തിരികെ പോകാൻ തുടങ്ങി. ഇളയ ആൾ പിന്നെ വെള്ളത്തിൽ കളിക്കാനുള്ള അവസരം പാഴാക്കിയതേയില്ല. എന്തായാലും മണികെട്ടി അമ്പലത്തിൽ വരണമെന്ന് പെട്ടെന്നൊരാഗ്രഹം തോന്നിയതാണ്. പെട്ടെന്ന് തന്നെ വരാനും സാധിച്ചു. മനസ്സിൽ ആഗ്രഹം വിചാരിച്ചൊരു മണിയും കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ആഗ്രഹം സാധിക്കുന്നെങ്കിൽ വീണ്ടും പോകണം. അമ്പലത്തിൽ പൊങ്കാല ഇടണം. പിന്നെ തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. വരുന്ന വഴിക്കേട്ടോ നമ്മുടെ ജയലായി പാറ. ഇതേ ആ പാറയുടെ മുകളിൽ കണ്ടില്ലേ, അവിടെയാണേ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.